നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. NDA നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. JDU-വിനും TDP-ക്കും ഒറ്റ ക്യാബിനറ്റ് പദവി നൽകാമെന്ന നിലപാടിൽ BJP. സ്പീക്കർ പദവിയിൽ ഉറച്ച് ചന്ദ്രബാബു നായിഡു. നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ സഖ്യവും. സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരണമെന്ന് ഘടകകക്ഷികൾ. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു കോടതിയിൽ ഹാജരാകും. പാർട്ടി തോറ്റതെങ്ങനെ? ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. രാജ്യസഭാ സീറ്റിലെ തീരുമാനവും ഉണ്ടായേക്കും. കൂടിയാലോചനകൾ നടത്തണം. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് അതാണല്ലോ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത്. BJPയെ ചെറുക്കാൻ കേരളത്തിൽ ഇടത് കോൺഗ്രസ് ഐക്യം വേണമെന്ന് PV അൻവർ MLA. കേന്ദ്രത്തിലെ സഹകരണം എന്തുകൊണ്ട് കേരളത്തിൽ ആയിക്കൂടാ എന്നും അൻവർ ന്യൂസ് 18നോട്. NDA-യുമായി സഹകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്ന് M. അബ്ദുൽ സലാം. To be with a partner of NDA and be with the Modi ji and do justice to the Malappuram ordinary മുസ്ലിം ലീഗ് ഇന്ത്യയുടെ ഭാഗമാകണം എന്നാണ് അങ്ങ് പറയുന്നത്. എന്റെ ഒപ്പീനിയൻ അതാണ്. മൗനം തുടർന്ന് K. മുരളീധരൻ. അനുനയിപ്പിക്കാൻ നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. ലീഗിന്റെ രാജ്യസഭാ സീറ്റിൽ ആശയക്കുഴപ്പം തുടരുന്നു. സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. സമ്മർദ്ദം ചെലുത്തി മുതിർന്ന നേതാക്കൾ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ. വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ പുലി തിരികെ കയറി. പുലി വീണത് അതിരപ്പിള്ളി കണ്ണൻകുഴി. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസെടുത്തത് കന്റോൺമെന്റ് പോലീസ്. വിശദമായ വാർത്തയിലേക്ക്. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ടെന്ന് സൂചന. അമിത്ഷായ്ക്കും നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമൊപ്പം മോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ഇതിനിടെ BJP പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും. UP, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരിച്ചടി ചർച്ചയാകും. R. കിരൺ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. കിരൺ, BJP പാർലമെന്ററി പാർട്ടി ഇന്ന് ചേരും. ഒപ്പം സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതിയെയും ഇന്ന് കാണും എന്നറിയുന്നു. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കാൻ എന്തൊക്കെയാണ് നീക്കം? അശ്വതി, സത്യപ്രതിജ്ഞ ഞായറാഴ്ച എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഞായറാഴ്ച പ്രധാനമന്ത്രി മാത്രമല്ല പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള അനൌദ്യോഗികമായ സൂചനകളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഇതിനു മുന്നിൽ ചില തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള വകുപ്പ് വിഭജനത്തിലും അതോടൊപ്പം തന്നെ എത്ര ക്യാബിനറ്റ് പദവി നൽകണം എന്നതിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. ഏറ്റവും അവസാനം ലഭിക്കുന്ന സൂചനകളനുസരിച്ച് 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കും അത് 16 സീറ്റുള്ള TDP-ക്കും 12 സീറ്റുള്ള JDU-വിനും ഓരോ ക്യാബിനറ്റ് പദവി എന്നുള്ള നിർദ്ദേശമാണ് BJP വെച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. നേരത്തെ മുൻകാലങ്ങളിലൊക്കെയുള്ള 4 MP-മാർക്ക് ഒരു ക്യാബിനറ്റ് പദവി എന്ന നിലയിൽ വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അത്തരം ചില വകുപ്പുകളും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ വിഷയത്തിലടക്കം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം ക്യാബിനറ്റുകളുടെ എണ്ണം തീരുമാനിക്കണം, പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. ഇതിനിടയിൽ തടസ്സമായി നിൽക്കുന്നത് TDP സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനം TDP-ക്ക് വേണമെന്നുള്ള ആവശ്യമുണ്ട്. അതിലും ഈ തീരുമാനം ആവാനുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന പലപ്പോഴും ചർച്ചകളുടെ ചില ഭാഗങ്ങൾ മാത്രമാകും. പൂർണ്ണമായും ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ ഏതെല്ലാം വകുപ്പുകൾ, ഏതായാലും TDP-ക്ക് കൊടുക്കുന്ന വകുപ്പുകളും
TDP കൊടുക്കുന്ന ക്യാബിനറ്റ് പദവിയും അതിനാനുപാതികമായി തന്നെ MP-മാരുടെ എണ്ണത്തെ ആനുപാതികമായി JDU-വിനും കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് 16 സീറ്റും ഒരാൾക്ക് 12 സീറ്റുമായുള്ളത്. അത്തരത്തിലേക്ക് തന്നെ മറ്റു പാർട്ടികളും കൊടുക്കേണ്ടി വരും. തീരെ ചെറിയ പാർട്ടികളുടെ വിഷയം വരുമ്പോൾ മാത്രമാണ്, 1 സീറ്റും 2 സീറ്റും മാത്രമുള്ള പാർട്ടികളുടെ വിഷയം വരുമ്പോൾ മാത്രമാണ് ഇത്തരം പരിഗണനകളില്ലാതെ ആ പാർട്ടിയുടെ നേതാക്കളുടെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്ത് വകുപ്പുകൾ വിതരണം ചെയ്യുന്നത്. പക്ഷേ അത്തരം ഘട്ടത്തിലേക്ക് ഇപ്പോൾ നിലവിൽ കടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പ്രധാനപ്പെട്ട പാർട്ടികളുമായിട്ടാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. TDP, JDU, 5 MP-മാരുള്ള LJP, അതോടൊപ്പം തന്നെ 2 MP-മാരുള്ള JDS എന്നിവരാണ്. അതിൽ ആദ്യത്തെ 2 പാർട്ടികളുമായിട്ടാണ് TDP-യുമായും JDU-യുമായിട്ടുള്ള ചർച്ചകളാണ് തുടരുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിൽ തന്നെ, അത് ഞായറാഴ്ചക്കുള്ളിൽ തന്നെ, ശനിയാഴ്ചയോടുകൂടി തന്നെ നാളെ കാര്യത്തിൽ ഒരു ധാരണ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. BJP-യിൽ നിന്നും BJP അധ്യക്ഷൻ JP നദ്ദയും അതോടൊപ്പം തന്നെ അമിത്ഷായും രാജ്നാഥ് സിംഗുമാണ് ഈ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു ധാരണ എത്തി ഞായറാഴ്ച തന്നെ പരമാവധി പ്രധാനമന്ത്രിക്കൊപ്പം എല്ലാ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലെ എല്ലാ മന്ത്രിമാരെ കൂടി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളും ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. കിരൺ, തർക്കങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വകുപ്പുകളിലുള്ള ചർച്ച അത് വളരെ BJPക്ക് വളരെ നിർണായകമല്ലേ? ഏത് രീതിയിലായിരിക്കും അതിനെ അഭിമുഖീകരിക്കുക? പ്രധാനമായും ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 4 വകുപ്പുകളാണ്. ഒന്ന് പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യം. ഈ 4 വകുപ്പും പ്രധാനമന്ത്രിയും കൂടെ ചേർന്നാണ് ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുമ്പോഴും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഈ മന്ത്രിമാർ ചേർന്നതാണ്. ഈ 4 വകുപ്പുകളിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും എന്തായാലും BJP തയ്യാറാവില്ല. അത് BJPയുടെ സുസ്ഥിരമായ ഒരു ഭരണത്തിന് കൂടി ഇത്തരം ഒരു വകുപ്പ്, അല്ലെങ്കിൽ ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ 4 വകുപ്പുകൾക്കാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും എന്തായാലും ഉണ്ടാവില്ല. അത്തരം ചില ആവശ്യങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ പാർട്ടികൾ ഉന്നയിച്ചെങ്കിലും അതിൽ ഇല്ല എന്നത് നിലപാട് അറുത്തുമുറിച്ച് തന്നെ BJP വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇത്തരം മുന്നണി സംവിധാനങ്ങൾ, അത് NDA ആയിക്കോട്ടെ, UPA ഭരണ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ ഘടകകക്ഷികൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്ന് റെയിൽവേയാണ്, മറ്റൊന്ന് കൃഷിയാണ്, മറ്റൊന്ന് ഗ്രാമ വികസനമാണ്, അതോടൊപ്പം തന്നെ ഉപരിതല ഗതാഗത ഉണ്ട്. ഇത്തരം വകുപ്പുകളിലൊക്കെ, ഇത്തരം വ്യോമയാനമുണ്ട്. ഇത്തരം വകുപ്പുകളിലൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും JDS-ന്റെ ആവശ്യം അവർക്ക് റെയിൽവേ വകുപ്പ് വേണം എന്നുള്ളതാണ്. എന്നാൽ റെയിൽവേ വകുപ്പിന് പകരമായി ഗ്രാമവികസന വകുപ്പ്, അത് നേരത്തെ JDS കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. ആ ഗ്രാമവികസന വകുപ്പ് ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു വകുപ്പ് കൂടിയാണ്. അത് നൽകാം എന്നുള്ള വാഗ്ദാനം ഉണ്ടായെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വ്യോമയാന വകുപ്പിൻ്റെ വിഷയത്തിലും അത്തരമൊരു നിർദ്ദേശങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആദ്യം ഈ എണ്ണം തീരുമാനിച്ച ശേഷം വകുപ്പുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ JDS-ന് ചിലപ്പോൾ ചില വിഷയത്തിൽ പ്രത്യേക താല്പര്യമുള്ള വകുപ്പുകൾ കാണും. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന അജിത് പവാറിന് 1 സീറ്റ് മാത്രമാണ് ഉള്ളതെങ്കിലും അജിത് പവാറും ഒരു പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കും താല്പര്യമുള്ള വകുപ്പുകളൊക്കെയാണ് വ്യോമയാന വകുപ്പ് അടക്കമുള്ളത്. അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇതിൽ ഉണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് പിന്നീട് വകുപ്പ് വിഭജനം വരുന്നത്. അതിലൊരു പ്രാഥമികമായ ധാരണ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും 1ാം മോദി സർക്കാരിൻ്റെയും 2014-ലെയും 2019-ലെ 2ാം മോദി സർക്കാരിൻ്റെയും കാലത്തെ പോലെ അത്ര അനായാസമായി BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയിരുന്ന് ആരൊക്കെ മന്ത്രിമാരാവണം, ഏതൊക്കെ വകുപ്പ് എടുക്കണമെന്നത് അങ്ങനെ എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഘടകകക്ഷി നേതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് ഈ ഘടകകക്ഷികളെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ നേതാവിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു, അത് കഴിഞ്ഞാൽ 2ാമത്തെ ഘടകകക്ഷിയായ JDU-വിൻ്റെ നേതാവ് നിതീഷ് കുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായ JDS-ന്റെ നേതാവ് ദേവഗൌഡ, ഇവരെല്ലാം തന്നെ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പലതവണ അതിൽ സജീവമായി ഇടപെടുകയും അതിൻ്റെ കുതന്ത്രങ്ങളടക്കം എല്ലാം അറിയുന്ന നേതാക്കളാണ്. അവരെ അങ്ങനെ എളുപ്പത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ കഴിയില്ല. JDU അതിനുവേണ്ടി തന്നെയാണ് മറ്റൊരു വിഷയം കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP സർക്കാർ കഴിഞ്ഞ തവണ നടപ്പാക്കിയ ചില അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള അവരുടെ തിരുത്തലുകൾ അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതൊന്നും ഔദ്യോഗികമായിട്ടല്ല, പ്രധാനപ്പെട്ട ചില നേതാക്കളെ കൊണ്ട്, നിതീഷ് കുമാറിൻ്റെ ഏറ്റവും അടുത്ത നേതാവ് എന്നറിയപ്പെടുന്ന JC ത്യാഗിയെ കൊണ്ടാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ വെപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് രാജ്യത്താകമാനം നടത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു. ഞങ്ങളുടെ മന്ത്രിസഭാ തീരുമാനത്തിൽ ഒരു ശക്തമായ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്നുള്ള ഒരു സൂചന കൂടിയാണ് BJPക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെയൊക്കെ കൈകാര്യം ചെയ്ത് അവരുമായി ഒരു ധാരണ
ധാരണയിലെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലല്ല. പക്ഷേ അതിന് കഴിയുന്ന നേതാക്കളെ തന്നെയാണ് BJP നിയോഗിച്ചിട്ടുള്ള അമിത്ഷാ ആയാലും നദ്ദ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും ഈ നേതാക്കളുമായിട്ടൊക്കെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഇത്തരം വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് പരിചയമുള്ള നേതാക്കൾ തന്നെയാണ്. എന്തായാലും അതിലൊരു അനുകൂലമായ അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് തന്നെ അതിലൊരു ധാരണയിലെത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വമുള്ളത്. ശരി, ആർ കിരൺ ബാബുവാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ്. അതിനായുള്ള നീക്കത്തിലാണ് NDA. നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും. തൽക്കാലം സർക്കാർ രൂപീകരിക്കാനില്ല എന്ന നിലപാടിലാണെങ്കിലും ശ്രമങ്ങൾ തുടരണമെന്ന അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. ഒപ്പം അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു കോടതിയിൽ ഹാജരാകും. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ BJP സർക്കാരിനെ വിമർശിച്ചതിനാണ് രാഹുലിനെതിരെ കേസെടുത്തത്. ER രാഗേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാഗേഷ്, ഈ ഇന്ത്യ മുന്നണി തൽക്കാലം സർക്കാർ രൂപീകരണത്തിനില്ല എന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തിരിക്കാനാണ് പോകുന്നത് തീരുമാനമെന്ന് പറയുമ്പോഴും ചില നേതാക്കൾക്കെങ്കിലും അതിനുള്ള ശ്രമം നടത്തണം നമ്മൾ എന്ന നിലപാടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അശ്വതി, ഇന്ത്യ മുന്നണിയുടെ യോഗം കൈക്കൊണ്ട തീരുമാനം തൽക്കാലം സർക്കാർ രൂപീകരണത്തിനില്ല, സമയവും സന്ദർഭവും ഉണ്ടാകുമ്പോൾ സർക്കാർ ഉണ്ടാക്കാമെന്നൊരു തീരുമാനമാണ് ഉണ്ടായത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി നാളെ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായാണ് ഈ യോഗം ചേരുന്നത്. സ്വാഭാവികമായും നാളത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തും. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. 44-52 കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ അംഗബലം ഇങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് 99 സീറ്റുകൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു. ഇന്നലെ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ച സ്വതന്ത്രൻ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ 100 എന്ന 3 അക്ക സംഖ്യയിലേക്ക് കോൺഗ്രസിന്റെ ലോക്സഭയിലെ അംഗബലം എത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അടക്കം വിലയിരുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതിനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. സഭാകക്ഷി നേതാവായി പോലും രാഹുൽ ഗാന്ധി വന്നില്ല. പകരം അധീർ രഞ്ജൻ ചൗധരിയും അതിനു മുമ്പ് മല്ലികാർജുൻ ഖർഗെയുമായിരുന്നു ലോക്സഭയിലെ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാക്കൾ. ഏതായാലും ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം നേതാക്കൾ ഉയർത്തും. നാളെ ഏതായാലും പ്രവർത്തക സമിതി യോഗം വരുന്നുണ്ട്. ആ യോഗത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, അതെ, മറ്റൊന്ന് ഈ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു കോടതിയിൽ ഹാജരാകുകയാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. രാഹുൽ ഗാന്ധി ഇന്ന് ഏതായാലും കോടതിയിൽ ഹാജരാകുമെന്ന് ഉറപ്പാണ്. രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളത്തെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംഭവമാണ്. അന്ന് കോൺഗ്രസ് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെയാണ് 40% കമ്മീഷൻ സർക്കാർ എന്ന പരസ്യം കോൺഗ്രസ് പ്രാദേശിക പത്രങ്ങളിലൊക്കെ തന്നെ നൽകുന്നത്. അതിനെതിരെയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കാരണം കർണാടകയിലെ കോൺട്രാക്ടർ അസോസിയേഷനാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. പിന്നീട് അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നെന്ന് BJP പറയുന്നു. അപ്പോൾ തെളിവുകളില്ലാതെയാണ് ഇത്തരം ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ആണ് BJP പിന്നീട് കേസുമായി മഹാരാഷ്ട്ര കേസ് അടക്കം ഫയൽ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. ഈ കേസിലെ 4ാം പ്രതിയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ ജൂൺ 1-ാം തീയതി ഈ കേസിൽ സിദ്ധരാമയ്യ ഒപ്പം തന്നെ DK ശിവകുമാർ തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഒരു നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇന്ന് ബംഗളൂരുവിൽ എത്തുന്നത്. ഏതായാലും ബംഗളൂരുവിൽ കോടതിയിൽ ഹാജരായ ശേഷം പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട വിജയിച്ച MP-മാർ അടക്കമുള്ളവരുമായി രാഹുൽ ഗാന്ധി ഏതായാലും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അശ്വതി, ശരി, ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക അവലോകനം യോഗത്തിലുണ്ടാകും. ചർച്ചകൾ അടുത്തയാഴ്ച 5 ദിവസങ്ങളിലായി ചേരുന്ന യോഗത്തിലാകും ഉണ്ടാവുക. രാജ്യസഭാ സീറ്റിനായുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സീറ്റ് വിഭജനം എങ്ങനെ വേണമെന്ന തീരുമാനവും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായേക്കും. വിവരങ്ങളുമായി VV വിനോദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. വിനോദ്, വലിയ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്, അത് ചെറുതല്ല, അത് ഇഴകീറി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നു.
അതിന്റെ വിശദമായ ചർച്ചകളായിരിക്കുമല്ലോ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക. അശ്വതി, 5 ദിവസത്തെ നേതൃയോഗമാണ് CPM ചേരുന്നത്. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 3 ദിവസം സംസ്ഥാന സമിതി യോഗവുമാണ്. വലിയ പരാജയമാണ് ഉണ്ടായത്. എങ്കിൽ തന്നെയും സംസ്ഥാന സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറുമൊക്കെയും ഈ നിലയ്ക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോഴും നേതൃത്വത്തിന്റെ ഏതെങ്കിലും പോരായ്മ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമോ എന്നതിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ട് രീതിയിലാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത്. BJPയോടുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് കേരളത്തിൽ പ്രതിഫലിച്ചു. UDF ഗുണകരമായി എന്നാണ് കഴിഞ്ഞ ദിവസം EP ജയരാജൻ പറഞ്ഞത്. അതേസമയം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് കാലങ്ങളായി ഉയരുന്ന വിമർശനമുണ്ട്. അത് പൊതുവിൽ ജനകീയ സർക്കാർ എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ ഉയരുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം. പലപ്പോഴും ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം അല്ലെങ്കിൽ ആ നിലയ്ക്ക് വർധനകൾ, ചാർജുകളുടെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ വിമർശന വിധേയമാകാറുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നത് പൂർണ്ണമായും ഇടത് കേന്ദ്രങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലയിലേക്കുള്ള ചർച്ചയായി ഇത് മാറുമോ എന്നത് നമുക്ക് ഈ 5 ദിവസത്തെ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ അതേക്കുറിച്ച് പറയാനാകൂ. പക്ഷേ 2019 തിരഞ്ഞെടുപ്പുമായി ഇപ്പോഴത്തെ സ്ഥിതിയെ വിലയിരുത്താൻ കഴിയില്ല. കാരണം BJPക്ക് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു, BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ആ നിലയ്ക്ക് BJP ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അത് അതീവ ഗൗരവമായ ഒരു സംഭവമായി തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് 1 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നത് 16,000-ലേക്ക് കൊണ്ടുവരാൻ ഒരു മാസത്തെ പ്രചരണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. പന്ന്യൻ രവീന്ദ്രൻ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് രണ്ടാമതെത്തിയത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാമതേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. വടകരയിൽ 1 ലക്ഷം വോട്ടിന്റെ പരാജയം, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ KK ശൈലജയാണ് അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുന്നത്. MLA-മാരെ അടക്കം കളത്തിലിറക്കിയെങ്കിൽ പോലും CPM വിജയിക്കാത്ത സാഹചര്യങ്ങൾ, അതായത് B. ജോയി വരുന്നു, M. മുകേഷ് വരുന്നു, ആ നിലയ്ക്ക് MLA-മാരെ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കളത്തിലിറക്കുകയും എന്നാൽ അതിന്റെ മെച്ചമുണ്ടാകാതെ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ആന്റി ഇൻകംബൻസി, അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് CPM-ൽ നിന്ന് ഒരു വിഭാഗം, അല്ലെങ്കിൽ CPM-നെ പിന്തുണയ്ക്കുന്ന കാലങ്ങളായി അഭ്യുദയകാംക്ഷികളായി CPM-ന്റെ സഹയാത്രികരായി പോകുന്നവർ ഇപ്പോഴത്തെ ഭരണം ശരിയല്ല, ഈ നിലയ്ക്ക് പോയാൽ പോരാ എന്ന് പറയുമ്പോൾ അത് ഈ ചർച്ചകൾ ഉയർന്നു വരുമോ, പ്രധാനപ്പെട്ട നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമോ, ഭരണത്തിൻ്റെ തലപ്പത്ത് ഉള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയായി മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരുപക്ഷെ ആ നിലയ്ക്കുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ BJPയോടുള്ള എതിർപ്പ് കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന ഒരു വിലയിരുത്തൽ, ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാഥമികമായി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനപരമായ ഒരു വലിയ വിലയിരുത്തലിലേക്ക്, ആ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് ശരി. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. രാജ്യസഭാ സീറ്റിനായുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ചർച്ചയാകും. കേരള കോൺഗ്രസ് M പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേത് രീതിയിൽ പരിഹരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു റിപ്പോർട്ട് ഏറ്റുവാങ്ങും. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. BJPയെ ചെറുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണമെന്ന നിലമ്പൂർ MLA PV അൻവർ. കേന്ദ്രത്തിൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സഹകരണം എന്തുകൊണ്ട് കേരളത്തിൽ ആയിക്കൂടാ എന്ന് ചിന്തിക്കണം. വർഗീയത വളർന്നു വലുതാകുന്നതിന് മുൻപേ തന്നെ പിഴുതെറിയണം. അതിനുവേണ്ടി എന്തുകൊണ്ടിങ്ങനെ ചെയ്തുകൂടാ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയെന്നും ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും PV അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്റെയൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പം ഇത്രയും വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട വാശിയേറിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. അവസാനം ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുന്നതാണ്. ഇതിപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് ഒരു അടിയേറ്റിട്ടുണ്ട്. അടിയേറ്റു എന്നതിലപ്പുറം ഫാസിസം കൈവിട്ടുപോയി അല്ലെങ്കിൽ BJP തകർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
ഇതിലേറെ ശക്തിയായിട്ട് തിരിച്ചു വരാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കും. RSSനെ പോലെ BJPനെ പോലെ ഇത്രയും സംഘടനാ ശേഷിയുള്ള, ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള, എല്ലാവരെയും അടിച്ചമർത്താനുള്ള മറ്റു സംവിധാനങ്ങളുള്ള ഒരു ദേശീയ പാർട്ടി എന്ന നിലക്ക് നാളെ BJP വീണ്ടും തിരിച്ചു വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്ത ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന്, നിഷ്പക്ഷരല്ലാത്തവരിൽ നിന്നും നമ്മൾ നേരിട്ട ഒരു ചോദ്യം, എന്തിനാ നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? എന്തായാലും നിങ്ങൾ ഡൽഹി പോയാലും ഒന്നാണ്, അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിന്നൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം, സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കേരളത്തിലൊക്കെ അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതായത് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണം എന്നാണോ? തീർച്ചയായിട്ടും കൂടിയാലോചനകൾ നടത്തണം. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് അതാണല്ലോ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ആയാലും UDF ആയാലും LDF ആയാലും ഒക്കെ നമ്മളെന്താ നാട്ടിലെ പൊതുവായ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. RSS എന്ന് പറയുന്നതും BJPയും ഒരു വിഭാഗത്തിന് വേണ്ടി, വിഭാഗീയതയ്ക്ക് വേണ്ടി പോരാടും. ആ വിഭാഗീയത നാടിന്റെ വലിയൊരു ആപത്തായി വളരുകയാണ്. അപ്പോൾ പണ്ട് കേരളത്തിൽ BJPയെ കണ്ടതുപോലെയല്ല ഇപ്പൊ നമ്മൾ കാണേണ്ടത്. കാരണം അതിലേക്കുള്ള സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയണം. ആ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം ഇത് വളർന്ന് പന്തലിച്ചിട്ട് ഇപ്പോൾ ഉണ്ടായൊരു സ്ഥിതിവിശേഷം, കോൺഗ്രസും CPMഉം ഇടതുപക്ഷമൊക്കെ ഒരുമിച്ച് അവരെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാവിയിൽ വരുന്നതിനേക്കാളും നല്ലത് മുളയിലെ നുള്ളിയാൽ അതങ്ങനെ നുള്ളിക്കളയാം. പക്ഷെ അത് മരമായി വളർന്നാൽ അത് വെട്ടിത്താഴെ ഇടാൻ പ്രയാസം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PV അൻവർ. അങ്ങനെ പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടിനോടാണ്, അതിലിപ്പോഴും തിരുത്തു വരുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം ഇവരുടെ വർഗീയ ഭരണത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും എതിരാളികളെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുന്നു എന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. അരവിന്ദ് കെജ്രിവാളിന് അടക്കമുള്ള ഇഷ്യൂ എല്ലാവർക്കും സോറേണ്ട കാര്യങ്ങൾ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വന്ന് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ED എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ DNA പരിശോധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയ DNA ആ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം, ആ വാക്കിൽ നിന്ന് അദ്ദേഹം പിന്മാറാത്ത, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത്തെ പോലുള്ളൊരു നേതാവ് അത് പറയാൻ പാടില്ലാത്തായിരുന്നു. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കൃത്യമായും ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവിൽ നിന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ലാത്തതാണ്. അത് രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനതിനെ ഡിഫെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ നയിക്കാൻ പോകുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് ഇടതുപക്ഷത്തിന് കൂടി അംഗീകരിക്കേണ്ടതായിട്ട് വരില്ലേ? അല്ല, ഇടതുപക്ഷത്തിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട്, ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ അന്നും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ബീഹാറിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ വലിയൊരു യോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്. അവിടെ D രാജയുടെ കൈ പിടിച്ചിട്ടാണ് ഇന്ത്യ മുന്നണി സിന്ദാബാദ് ഇവരെല്ലാം കൂടെ വിളിക്കുന്നത്. അതിനുശേഷം ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതേ LDFന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ആര് പറയിപ്പിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ. അതിന് കൃത്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തെയും ഈ ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുകയും ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഫാസിസത്തിനെതിരെ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തിന്റെ കാരണം പരിശോധിച്ച് തിരുത്തൽ വരുത്തണമെന്നും PV അൻവർ പറഞ്ഞു. കേരള സർക്കാരിന്റെ നയങ്ങളും നടപടികളും ഇതിന് കാരണമായോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നും PV അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാണെങ്കിലും സർക്കാർ ഈ ഒരു നടന്ന സംഭവവികാസങ്ങളിൽ വിശദമായിട്ടൊരു ആലോചന, തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം. അല്ല, പഠിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് ഇത്രത്തോളം ഞാൻ ഈ പറഞ്ഞ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുന്നണിയും ഒക്കെ ഉണ്ടായിട്ടും ഈ പോരാട്ടത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ ജനത നമ്മളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്നില്ല എന്നുള്ളത് ഗൗരവതരമായി പഠിക്കേണ്ട വിഷയമാണ്.
അത് പഠിച്ച് തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ട വിഷയമാണ്. നയപരമായ സമീപനമാണെങ്കിലും നയപരമായ സമീപനമാണെങ്കിലും അത് LDF ആലോചിക്കേണ്ടതാണ്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, പ്രധാനമായും 3 കാര്യങ്ങളാണ് PV അൻവർ എടുത്തു പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയെ ചെറുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണമെന്ന വലിയ ആശയം അദ്ദേഹം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ്? പ്രത്യേകിച്ച് തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു, ഇത് മുളയിലേ നുള്ളണം, അല്ല വളർന്നു വലുതാകുന്നതിന് മുൻപേ, ഒരു മരമാകുന്നതിന് മുൻപേ അതിനെ നേരിടണം എന്ന ആശയം തന്നെയാണോ അദ്ദേഹം പറയുന്നത്? അശ്വതി, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും വലതുപക്ഷ നേതാക്കളിൽ നിന്നും പല അഭിപ്രായങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അഭിപ്രായം ആദ്യമായിട്ടാണ് ഒരു നേതാവ് പങ്കുവെക്കുന്നത്. അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ BJP വേര് പിടിക്കാൻ തുടങ്ങുന്നു. അതൊരു വലിയ മരമായി വളരുന്നതിന് മുൻപ് അതിനെ പിഴുതെറിയേണ്ടതുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് അൻവർ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായിട്ട് കേരളത്തിലെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് LDFും UDFും തന്നെയാണ് ഇവിടെ രണ്ട് ചേരിയിലും ഉള്ളത്. ഇപ്പോൾ മാത്രമാണ് BJP ഇവിടെ അവരുടെ കൃത്യമായ ഒരു വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു സമയം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ BJPയെ ചെറുക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെടുമ്പോൾ അതേറെ ചർച്ചകൾ വേണ്ട, അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ. ഇത് ഇടതുപക്ഷം അംഗീകരിക്കുമോ എന്നോ CPM നേതാക്കൾ ഇതിനെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്നോ ഒന്നും പറയാനാകില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്തിനാണെങ്കിലും ഇത് കോൺഗ്രസും ഇടതുപക്ഷവും, പ്രത്യേകിച്ച് CPM അദ്ദേഹത്തെ നിയമസഭയിലെത്തിച്ച CPM ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേതാക്കൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രതികരിക്കുക എന്ന് കണ്ടറിയണം. കാരണം ഒരു LDF MLAയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുക ഒരു പക്ഷേ ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. മാത്രമല്ല, അൻവറിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. അൻവർ പഴയ കോൺഗ്രസ്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അൻവറിൻ്റെ അഭിപ്രായം ഇടതുപക്ഷവും വലതുപക്ഷവും എങ്ങനെ ചർച്ച ചെയ്യും, കേരള പൊതുസഭ എങ്ങനെ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമോ അതോ ഇതിനെ തള്ളിക്കളയുമോ എന്ത് തന്നെയാണെങ്കിലും വളരെ നിർണായകമായ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായിട്ട് തന്നെ വേണം അൻവറിൻ്റെ ഈ ഒരു വാക്കുകളെ കാണുവാൻ. കേരളത്തിലെ BJPയുടെ വളർച്ചയെ അതീവ ഗൗരവത്തിൽ തന്നെ വേണം കാണുവാൻ. അതിനെ ചെറുക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർക്കണം എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അനുമോദ, അങ്ങനെ പറയുമ്പോഴും അടുത്ത അദ്ദേഹത്തിന്റെ പരാമർശവും ശ്രദ്ധേയമാണ്. ഈ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിയെ DNA വിമർശനം നടത്തിയിരുന്നു, അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സാഹചര്യം കൂടി വിശദമാക്കിയാണ് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാമർശം നടത്തിയതിൻ്റെ പ്രതികരണമായിട്ടാണ് അത്തരത്തിൽ ഒരു വിമർശനം നടത്തിയത്. കാരണം അത് ആ സാന്ദർഭിക വശമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് താൻ പറഞ്ഞതെന്ന് അൻവർ ആവർത്തിക്കുന്നു. കാരണം രാജ്യം മുഴുവൻ ഫാസിസത്തിനെതിരെ, അതായത് NDAക്കെതിരെ വലിയ രൂപത്തിലൊരു പോരാട്ടം നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെയും ഷിബു സോറനെ പോലെയുള്ള നേതാക്കളെ ജയിലിലടച്ച സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന 2 പാർട്ടിയുടെ നേതാക്കൾ, അതിൽ ഒരു നേതാവിനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ മര്യാദയുള്ളതല്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പിണറായി വിജയനെ അങ്ങനെ അത്തരത്തിൽ ജയിലിലടയ്ക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ്. അതിനോടുള്ള വിമർശനം തന്നെയാണ് താൻ അന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തിരുത്തേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നും PV അൻവർ പറയുന്നു. അതായത് അന്ന് പറഞ്ഞത് രാഷ്ട്രീയ സാഹചര്യം വെച്ചുള്ള ഒരു കാര്യം തന്നെയാണ്, ഇന്ന് കൈകോർക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയം വെച്ചുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്നും അൻവർ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പോലീസ് പിടിയിലായ ഹൈദരാബാദ് സ്വദേശി ബെല്ലം രാമപ്രസാദ് ഗൊണ്ടയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഈ കസ്റ്റഡിയിലുള്ള ആളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് പോലീസ് നടപടികൾ? വിവരങ്ങൾ.
അശ്വതി, കഴിഞ്ഞ ദിവസം പിടിയിലായ വെല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ ചോദ്യം ചെയ്യലാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത്. 10 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് രാമപ്രസാദ് ഗോണ്ടയെ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. എന്നാൽ പിടിയിലായ മറ്റുള്ളവരിൽ നിന്നും ലഭിച്ച സൂചനകൾ അനുസരിച്ച് കൊൽക്കത്ത, ഹൈദരാബാദ് തുടങ്ങിയിടങ്ങളിലെ ആശുപത്രികളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഈ രാമപ്രസാദ് ഗോണ്ട ഡോക്ടറാണെന്ന വ്യാജേനയാണ് അവയവദാതാക്കളെ സമീപിക്കുകയും അവരെ ഈ കെണിയിലേക്ക് പെടുത്തുകയും ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, ഇതിലെ മുഖ്യ പ്രതിയായ മധുവിനെ പറ്റിയുള്ള മധു ഇറാനിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മധു ഇറാനിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ മധുവിനെ അടക്കമുള്ള കേസിലെ പ്രതിയായ മറ്റുള്ളവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിന്റെ സഹായം അതിനുവേണ്ടി തേടിയേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്തും സാബിതും ഉൾപ്പെടെ ഇയാളും ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ ഈ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. മറ്റൊരു സ്ത്രീയെ ചോദ്യം ചെയ്ത് വന്നിരുന്നു, പക്ഷെ അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവയവദാതാക്കളിൽ പലരും ഇപ്പോൾ ഇറാനിൽ തന്നെയാണുള്ളത്. ഒരാളോ മറ്റോ ആണ് കേരളത്തിലുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ രാമപ്രസാദ് ഗോണ്ട എന്ന പ്രതാപിനെ കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയനാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പ്രതിയിൽ നിന്നും അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷ. അശ്വതി, അതാണ് ആജ്ഞ. ഒപ്പം ഈ നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നൃത്താധ്യാപികയായ സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് സത്യഭാമയുടെ അപേക്ഷയിലുള്ളത്? എന്തിനാണ് സാധ്യത? അശ്വതി, നർത്തകൻ RLV രാമകൃഷ്ണനെ ജാത്യധിക്ഷേപം നടത്തി എന്നുള്ള കേസിലാണ് സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആ കാലാവധി കഴിഞ്ഞതോടെയാണ് വീണ്ടും ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും RLV രാമകൃഷ്ണനെതിരെ തന്റെ ജാത്യധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യഭാമയുടെ നിലപാട്. താൻ ആരെന്ന് യൂട്യൂബിന് നൽകിയ ഇന്റർവ്യൂവിൽ താൻ ആരെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഫോക്കസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് വ്യക്തമായി സൂചിപ്പിച്ചിട്ടോ അല്ല ആ സംഭാഷണം നടത്തിയിട്ടുള്ളത്. കോമണായുള്ള ഒരു കാര്യം മാത്രമാണ് താൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്കിതിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഇക്കാര്യത്തിൽ അവകാശമുണ്ട് എന്ന് തന്നെയാണ് സത്യഭാമയുടെ വാദം. മാത്രമല്ല, ഇത് അപ്ലോഡ് ചെയ്ത യൂട്യൂബർമാർക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്കും മുൻകൂർ ജാമ്യം നൽകിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് സത്യഭാമ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതേസമയം RLV രാമകൃഷ്ണൻ തനിക്കെതിരെ നടത്തിയ മോഹിനിയാട്ട കലാകാരൻ RLV രാമകൃഷ്ണൻ തനിക്കെതിരെ നടത്തിയ ജാത്യധിക്ഷേപത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച ശേഷമാണ് ഇതിൽ നിന്ന് നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യഭാമ കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും വലിയ ചർച്ചയായ വിഷയമാണ് സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. ഇന്ന് കോടതി വിധി പറയും. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും. യുവാക്കൾക്കാണ് പരിഗണന എന്ന് നേതൃത്വം പറയുമ്പോഴും സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നവരിൽ മുതിർന്ന നേതാക്കൾ ഏറെയുണ്ട്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, യുവാക്കൾക്കാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നു, പക്ഷെ മുതിർന്ന നേതാക്കളുമുണ്ട്. അപ്പോൾ യുവാക്കളാണോ പുതുമുഖമാണോ? ഈ രണ്ടും വലിയ പുതുമുഖം എന്ന് പറയുമ്പോൾ അതിൽ പ്രായം വരുന്നില്ലല്ലോ. എന്താണ് ചർച്ചകൾ, ഏത് രീതിയിലാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PM സലാമുമായി സംസാരിച്ചപ്പോഴും അതിനു മുൻപ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് ഷിഹാബ് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ പറയുന്നത് പുതുമുഖം എന്നൊരു വാക്കാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതുമുഖം എന്ന് പറയുമ്പോൾ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ തന്നെ അതിൽ ഇതുവരെ പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കാത്ത മുതിർന്ന ആളുകൾ വരാം. അത്തരത്തിൽ പല സാധ്യതകളുമുണ്ട്. പക്ഷേ ഈ ഒരു സീറ്റിനെ സംബന്ധിച്ച് യുവാക്കൾക്ക് നൽകണം എന്നുള്ളത് പാർട്ടിയുടെ ഒരു നയമായ തീരുമാനമായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജന സമയത്ത് അല്ലെങ്കിൽ സീറ്റ് നൽകുന്ന പ്രഖ്യാപന സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു
കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി ഈ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമാവും ഇതിൽ പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിൽ ലീഗിന്റെ ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകൾ, പ്രധാനപ്പെട്ട പേര് ഹാരിസ് ബീരാന്റെ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേരാണ് ഉള്ളത്. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ്. അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ സാധ്യതകൾ ഏറെ വലുതാണ്. ഏകദേശം അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ യൂത്ത് ലീഗ് ഈ ഒരു ആവശ്യം ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുന്നുണ്ട്. PK ഫിറോസിന്റെയും ഫൈസൽ ബാബുവിന്റെയും പേരുകളാണ് ആ ഒരു ഘട്ടത്തിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും പരിഗണിക്കാൻ വേണ്ടി നേതൃത്വത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത്. അതേസമയം തന്നെ PM A സലാം, അതുപോലെ തന്നെ മന്ത്രി ആയിരുന്ന PK അബ്ദുറബ്ബ്, അഹമ്മദ് കബീർ മുൻ MLA ആയിരുന്നു അദ്ദേഹം, KNA ഖാദർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഒരു പദവിക്ക് വേണ്ടി സമ്മർദ്ദം നേതൃത്വത്തിൽ ചെലുത്തുന്നുണ്ട്. അതിൽ PM A സലാമിന് കുറച്ചുകൂടി സാധ്യതകളുണ്ട്. കാരണം അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ഒരു ആണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചിട്ടുള്ള ലീഗിൻ്റെ മുൻപിലുള്ള പേരുകളുടെ പട്ടിക. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഹാരിസ് ബീരാനാണ് ഒരു മുൻതൂക്കമുള്ളത് എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം ഇതിൽ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ്. പല കേസുകളിലും ലീഗിന് വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി പറയുന്നുണ്ട്. അതേസമയം യൂത്ത് ലീഗും ഈ ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നവർക്ക് ഒരു പരിഗണന കൊടുത്തേ തീരുമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് പറയുന്നൊരു കാര്യം. കാരണം ഹാരിസ് ബീരാൻ ഒരു അഭിഭാഷകനാണ്. അത് അത്തരത്തിലുള്ളൊരു മേഖലയിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. പക്ഷേ ഇവിടെ പ്രവൃത്തി പരിചയമുള്ള, രാഷ്ട്രീയത്തിൽ പ്രവൃത്തി പരിചയമുള്ള, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള ഫൈസൽ ബാബുവിനെ പോലെയുള്ളവർ ഉള്ളപ്പോൾ അവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നൊരാവശ്യമാണ് യൂത്ത് ലീഗിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. തന്നെയാണെങ്കിൽ ഇതിൽ നിർണായകമാവുക സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞിരാമയുടെയും തീരുമാനങ്ങളാണ്. നാളത്തോടെ അത് വരും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇതുവരെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഹാരിസ് ബീരാന് ഒരു മുൻതൂക്കം ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ശരിയാണ് അശ്വതി. CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ CPM ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്നും വിലയിരുത്തുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ആഞ്ഞടിച്ചിരിക്കുകയാണല്ലോ സമസ്ത. CPM-നെതിരെ എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. നേരത്തെ സമസ്ത CPM-മായി അടുക്കുന്നു, അല്ലെങ്കിൽ ലീഗുമായി ഭിന്നതയുണ്ട്, മലബാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടുകളിൽ ഇത് ഫലിക്കും എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങളൊന്നും ഫലവത്തായില്ല. CPM-ന് ദയനീയമായ തോൽവിയാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും കോഴിക്കോടും വയനാടുമൊക്കെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ് CPM സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തോൽവിയുടെ കാരണങ്ങൾ അപകടനം ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെയുള്ള സംഭവങ്ങൾ ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് സുപ്രഭാതം പറയുന്നു. CPM ജനങ്ങളിൽ നിന്നും അകലുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ അകന്നു എന്നതിൻ്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരും CPM-ഉം എടുത്ത ജനവിരുദ്ധ നിലപാടുകൾ ഈ തിരിച്ചടിക്ക് ഒരു കാരണമായി. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിൻ്റെയും വക്താക്കളായി CPM നേതാക്കൾ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ കാണുന്നത്. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞിട്ടും ഈ ഭരണകൂടം ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും കൈക്കൊണ്ടില്ല. പോലീസ് രാജിൽ സംസ്ഥാനത്ത് ഈ ജനങ്ങളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ ജനങ്ങളിൽ നിന്നും അകറ്റി. ഒപ്പം എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് CPM-നെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാവുന്നത് ലീഗിൻ്റെ മാത്രം സവിശേഷതയാണ് എന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് CPM-നെ നിശിതമായി വിമർശിക്കുകയും ലീഗിൻ്റെ വിജയത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ഒപ്പം ലീഗിൻ്റെ വിജയം ഉയരത്തിലേക്കുള്ള കോണിപ്പടിയായി മാറുന്നു എന്ന പരാമർശം നടത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ പൂർണ്ണമായി CPM-നെ തള്ളിയും UDF-നെ അല്ലെങ്കിൽ ലീഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു മുഖപത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഉമർ ഫൈസിയെ പോലുള്ള നേതാക്കൾ, സമസ്ത നേതാക്കൾ CPM അനുകൂല പ്രസ്താവനകൾ നടത്തുന്നത് ലീഗ് അണികളിലും സമസ്തയിലെ ഒരു വിഭാഗത്തിലും വലിയ ഭിന്നതകൾ സൃഷ്ടിച്ചിരുന്നു. ഈ ഭിന്നതകൾക്കിടയിലാണ് ഇപ്പോൾ സമസ്ത മുഖപത്രം CPM-നെ അങ്ങേയറ്റം ആഞ്ഞടിക്കുകയും ലീഗിനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടുള്ള മുഖപ്രസംഗം ഇറക്കിയിരിക്കുന്നത്.
അനീഷ്, ഈ നേരത്തെ തന്നെ ഈ സുപ്രഭാതത്തിന് വലിയ നയവ്യതിയാനം ഉണ്ടായി എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് ജനം CPM ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നുള്ളതിന് തെളിവടക്കം അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് എന്നുള്ളത് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ ലേഖനം വന്നിരിക്കുന്നത്? തീർച്ചയായും പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾ സർക്കാരിന് ഏതൊക്കെ മേഖലയിലാണ് പിഴവ് പറ്റുന്നത് എന്നത് സംബന്ധിച്ച ഇടത് സഹയാത്രികർ പോലും ഈ ഗീവർഗീസ് മാർ കുർലോസിനെ പോലുള്ള ആളുകളടക്കം മുന്നോട്ട് വയ്ക്കുന്ന അതേ കാര്യങ്ങളാണ് സമസ്തയും ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളിൽ നിന്നും CPM അകന്നു, അല്ലെങ്കിൽ CPMന്റെ പ്രാദേശിക നേതാക്കൾ അകന്നു. തുടർഭരണം നൽകിയ അഹങ്കാരം ഒരു അധികാര കൊതിയായി വളർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ്. ഒപ്പം ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്നും നിരന്തരം പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിരന്തരം ഈ ശസ്ത്രക്രിയ മാറി ചെയ്യുന്നു, അല്ലെങ്കിൽ വയറ്റിൽ കത്തിരി കുടുങ്ങുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഈ വിമർശനത്തിന്റെ കാതലായി മാറുന്നത്. ഒപ്പം പോലീസ് പലയിടങ്ങളിലും അഴിഞ്ഞാടുന്ന, പ്രത്യേകിച്ചും ഈ നവകേരള യാത്രയൊക്കെ പുറപ്പെട്ട, അല്ലെങ്കിൽ ഈ CPMന്റെ യാത്രയൊക്കെ പുറപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചപ്പോൾ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെതിരായി പോലീസ് അഴിഞ്ഞാടിയ കാഴ്ച കണ്ടു. ഒപ്പം വിവിധ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടുള്ള പെരുമാറ്റം തുടങ്ങി. ആഭ്യന്തര വകുപ്പ് അങ്ങേയറ്റം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കാണുമെന്നുള്ള വിമർശനം. ഒപ്പം സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാവാതെ വരിക, പെൻഷൻ ഉചിതമായ സമയത്ത് നൽകാതെ വരിക, KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ വരിക, അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ അങ്ങേയറ്റം ദുരിതപൂർണ്ണമാക്കുന്ന നയങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാകുമ്പോഴും കൃത്യമായ നടപടികൾ എടുക്കാത്ത സർക്കാർ, ഇത്തരം കാര്യങ്ങളൊക്കെ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രഭാതവും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതാണ് എന്തായാലും തങ്ങളുടെ നിലപാട് എന്താണ്, തങ്ങളുടെ നയം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുഖപ്രസംഗമാണ് ഇന്ന് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്നത്. CPMനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, പിണറായി വിജയന്റെ ധാർഷ്ട്യമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഇന്ന് മുഖപ്രസംഗം വന്നിരിക്കുന്നത് സുപ്രഭാതത്തിൽ. അനീഷ്, മറ്റൊന്ന്, കഴിഞ്ഞ ദിവസമൊക്കെയും ഇന്നലെ മുഴുവനും മുരളീധരന്റെ കോഴിക്കോട്ടെ വീടിന് മുന്നിലായിരുന്നു അനീഷുള്ളത്. ആ തുറക്കാത്ത ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മുടെ ലൈവൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും നേതാക്കളെത്തി അനുനയ നീക്കം തുടരുമ്പോഴും മൗനം തുടരുകയാണല്ലോ K മുരളീധരൻ. ഇന്നലെ K സുധാകരൻ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയോ യാത്ര അയക്കുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. 3 ദിവസത്തിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചനയുണ്ടല്ലോ. ഇന്നും K മുരളീധരന്റെ വീട്ടിന്റെ അവസ്ഥ വിഭിന്നമല്ല. അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് തന്നെയാണുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പട തന്നെ ഈ K മുരളീധരൻ എന്തെങ്കിലും പ്രതികരണം നൽകുമോ എന്ന് കാത്ത് ഇവിടെ ഇന്നും രാവിലെ മുതൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പക്ഷേ ഇന്നും പതിവ് പോലെ ഗേറ്റ് തുറക്കാത്ത മാധ്യമങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ KPCC അധ്യക്ഷൻ നേരിട്ട് സ്ഥലത്തെത്തിയിട്ടും ഒരു തരത്തിലുമുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 3/4 മണിക്കൂറോളം KPCC പ്രസിഡന്റ് മുരളീധരനുമായി ആശയവിനിമയം നടത്തി. എന്നാൽ KPCC പ്രസിഡന്റിനെ വീടിനുള്ളിലേക്ക് സ്വീകരിക്കുന്നതിനോ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ യാത്ര അയക്കുന്നതിനോ ഒന്നും K മുരളീധരൻ എത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം. അതിന് ശേഷം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും തയ്യാറായില്ല. ഇന്നും എന്തായാലും രാവിലെ മുതൽ തന്നെ K മുരളീധരന്റെ പേരെഴുതിയ ജ്യോതിസ് എന്ന ഈ വീടിന്റെ ഗേറ്റുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ K സുധാകരൻ നടത്തിയ ചർച്ചകളുടെ ഒരു പോംവഴികൾ, അല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഡൽഹിയിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCCക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഉപാധികളല്ല മുരളീധരൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെട്ട് ആണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലെ ഈ സർക്കാർ രൂപീകരണത്തിന്റെ തുടർ നടപടികൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുക, ഈ JDUമായും ചന്ദ്രബാബു നായിഡുമായുള്ള ചർച്ചകളുടെയൊക്കെ സാധ്യതകൾ അറിയുക, ഇത്തരം വലിയ രാഷ്ട്രീയ സംഭവവാസങ്ങളുള്ള തിരക്കുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്കിലും വരും ദിനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുഖവിലേക്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ തീരുമാനം വൈകും. നിലവിൽ നൽകിയിരിക്കുന്ന രാജ്യസഭാ സീറ്റ്, വയനാട് സീറ്റ് തുടങ്ങിയ ഒരു ഉപാധികളിലും വിട്ടുവീഴ്ചയ്ക്ക് മുരളീധരൻ തയ്യാറല്ല. 2 കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഒന്നെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം നൽകണം, മറ്റൊന്ന് തൃശ്ശൂരിൽ തൻ്റെ തോൽവിക്ക് കാരണക്കാരായ നേതാക്കൾക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കുക, ഒപ്പം വട്ടിയൂർക്കാവ് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുക എന്നീ ആവശ്യങ്ങളാണ്. എന്തായാലും ഇക്കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വളരെ ഗൗരവമായി തന്നെ കോൺഗ്രസിലെ ചർച്ചകൾ കടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം.
ശരി, എന്തായാലും MS അനീഷ് കുമാർ ഇന്നും ഉള്ളത് കെ മുരളീധരന്റെ വസതിക്ക് മുന്നിലാണ്. അവിടെ ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അവസാനം പോകുമ്പോഴും അതിനുശേഷവും ഇതുവരെയും ആരോടും സംസാരിച്ചിട്ടില്ല. കെ സുധാകരൻ എത്തിയിട്ടും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരാനോ സ്വീകരിക്കാനോ യാത്ര പറയാനോ ഒന്നും തയ്യാറായില്ല, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് വന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, ഇന്ന് എവിടെയൊക്കെയാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്? ഏതൊക്കെയാണ് ആ 12 ജില്ലകൾ? അശ്വതി, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഇന്ന് പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ടാകും. മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. ഇത്തരം മഴയോട് കൂടി വരുന്ന ഇടിമിന്നൽ അപകടകാരികളാണ്, ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒപ്പം അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനോട് സഹകരിക്കണമെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാവും. സംസ്ഥാനത്തുടനീളം മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പൂഴിത്തോട് മാവട്ടം വനമേഖലയിൽ ഉരുൾപൊട്ടൽ. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതേ തുടർന്ന് കടന്തറ പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോടഞ്ചേരി പഞ്ചായത്തിലെ തുഷാരഗിരി, തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ, മുത്തപ്പൻപുഴ എന്നീ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതിരപ്പിള്ളിയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ പുലി കയറിപ്പോയി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് വീട്ടുകാർ പുലിയുടെ മുരൾച്ച കേട്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് കിണറ്റിൽ പുലിയെ കണ്ടത്. ഇനി ഒരു അപകട വാർത്തയിലേക്കാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പെരുമ്പ സ്വദേശി ഷാനിദ്, തൃക്കരിപ്പൂർ മെട്ടമ്മൽ സ്വദേശി സുഹൈൽ എന്നിവരാണ് മരിച്ചത്. KV ബൈജു ചേരുന്നു. ബൈജു, എങ്ങനെയായിരുന്നു അപകടം? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തൃക്കരിപ്പൂരിൽ ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ചാണ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യമുണ്ടായത്. പയ്യന്നൂർ പ്രധാന പാതയിൽ തെക്കുംപാട് ആണ് ഈ അപകടമുണ്ടായത്. പെരുമ്പ സ്വദേശി ഷാനിദ്, തൃക്കരിപ്പൂർ മൊട്ടമ്മൽ സ്വദേശി സുഹൈൽ എന്നിവരാണ് മരിച്ചത്. പ്രവാസിയായ സുഹൈൽ അവധിക്ക് നാട്ടിലെത്തിയതാണ്. പയ്യന്നൂരിൽ നിന്നും തൃക്കരിപ്പൂരിലെ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വതി. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. VK ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും 1 രൂപ വെച്ച് നൽകുമെന്നായിരുന്നു പാലക്കാട് പട്ടാമ്പി തിരുവേഗപ്പുറ വിളത്തുൽ സ്വദേശി റഫീഖും ആര്യയും തമ്മിലുള്ള ബെറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ബെറ്റിൽ റഫീഖ് വാക്ക് പാലിച്ചതോടെ ആര്യയ്ക്ക് കിട്ടിയത് 75,283 രൂപയാണ്. വിളത്തൂർ സ്വദേശി റഫീഖ് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായി ഒരു ബെറ്റ് വെച്ചു. VK ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും 1 രൂപ വെച്ച് നൽകാം എന്നതായിരുന്നു ബെറ്റ്.
ശ്രീകണ്ഠൻ ജയിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ₹1 വെച്ചിട്ട് ഒരു വോട്ടിന് ₹1 വെച്ചിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഓൾ 1000 കണക്ക് വരും. 1000 ഒരു വോട്ടിന് ഇവന്റെ ഭൂരിപക്ഷം എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് ഓടും തരണം. സമീപത്തുണ്ടായിരുന്നവരെ ബെറ്റിന്റെ മധ്യസ്ഥരാക്കി. ഫലം വന്നതോടെ VK ശ്രീകണ്ഠന് ലഭിച്ച 75,283 വോട്ട് ഭൂരിപക്ഷത്തിന് സമാനമായ തുക റഫീഖ് ആര്യയ്ക്ക് കൈമാറി. ഞാനും കൂടെ ഈ കടയില് കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബെറ്റ് കണ്ടത്. ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരില് ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ ഈ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത്. ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നതായിരുന്നു റഫീഖ്. ഇതിനിടെ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ ബെറ്റ് വരെ എത്തി. ആര്യയാകട്ടെ കട്ട VK ശ്രീകണ്ഠൻ ഫാനും, റഫീഖാകട്ടെ പ്രദേശത്തെ CPM പ്രവർത്തകനും, ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് പ്രവർത്തകനും. മനം നിറഞ്ഞായിരുന്നു ആര്യയുടെ വീട്ടിലേക്കുള്ള മടക്കം. ന്യൂസ് 18 പാലക്കാട്. എന്തായാലും ആ ബെറ്റ് കലക്കി ആര്യയ്ക്ക് അത്രയും രൂപയും കിട്ടി, അതിൽ സന്തോഷം. ഇത്തരത്തിലുള്ള ബെറ്റുകൾ ഇനിയും ഉണ്ടാകട്ടെ. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.